വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ജേർണലിങ്ങിനെ പറ്റി സംസാരിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ജേർണലിംഗ് അത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടുള്ളൊരു വാക്കായിരിക്കും ജേർണലിംഗ് എന്നുള്ളത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുന്നതാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു തീം. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഡയറി എഴുതുമായിരുന്നേ. പക്ഷെ അന്ന് അതിൻ്റെ ജേർണലിംഗ് ഒന്നും അല്ല എൻ്റെ പേര്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ ബുക്കിനെ ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞാൻ വെറുതെ അങ്ങ് എഴുതും. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി കത്ത് എഴുതുന്നതൊക്കെ എഴുതും. ഞാൻ ആ ബുക്കിനൊരു പേരിട്ടിട്ട് വെറുതെ ആ പേര് വിളിച്ചിട്ട് എഴുതും. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാനിങ് ആണ് എൻ്റെ മെയിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ ചെയ്യാനുണ്ട്, മരുന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്ന് തൊട്ട് എഴുതുമായിരുന്നേ. അതിന് ഇപ്പോൾ വന്ന പേരാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് വെറുതെ കളയാനല്ല ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോയി ചെയ്യണമെന്നല്ല, പറഞ്ഞത് കേട്ട് കഴിഞ്ഞിട്ട് പോയി ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ക്ലിയർ ആവും, നമുക്കൊന്ന് ഡീക്ലട്ടർ ആവും. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ എവിടെയൊക്കെയാണ് എൻ്റെ സമയം പോകുന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പല ടൈപ്പ് ജേർണലിങ്സ് ഉണ്ട്. അതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ യൂസാണ്, ഇനിയിപ്പോൾ നല്ല ഒരു മാറ്റം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ അത് ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്ന് പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അത് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ഇത് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ തിരിച്ച് ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ നല്ല യൂസ് എന്തായാലും ഉപയോഗമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ജേർണൽസ് പറഞ്ഞുതരാം. നമുക്ക് എല്ലായിടത്തും നമ്മൾ ഒരുപാട് ടൈപ്പ് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് വാരി വലിച്ചൊന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും ഇതെല്ലാം ഓക്കെ ഹെഡിങ് എഴുതിയിട്ട് നോട്ട് എഴുതുന്ന നടക്കോ, ഞാൻ മൈൻഡ്ഫുൾനെസ് ജേർണൽ എഴുതാൻ പോവാണ്, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അത് എല്ലാ ദിവസവും എഴുതണം എന്നുള്ള കാര്യം. ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്താ ബുക്കിന് മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? സമയമുണ്ടെങ്കിലും തമസിട്ടെ. ടൈപ്പ് ഓഫ് ജേർണൽസിനകത്ത് നമ്മൾ നോക്കാനുള്ളത് ഒരുപാട് തരമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ക്യാരക്ടർ അറിയാവുന്നത് ആർക്കാ? നിങ്ങൾക്കായിരിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കുക, എനിക്ക് ഏതാണ് കുറച്ചും കൂടി ഉപയോഗപ്പെടുന്നത് എന്നാലോചിക്കുക. ഒന്നാമത്തെ ടൈപ്പ് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല, ഒരു മെസ്സാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മുടെ മൈൻഡ് ഡംപ് ജേർണൽ പ്രാക്ടീസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്, കാരണം എനിക്ക് കുറേ നാൾ എനിക്ക് ഭയങ്കര ബിസിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് എനിക്ക് പ്രാന്തെടുത്തിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വന്നിട്ട് 2-3 പേപ്പർ വലിച്ച് കീറിയിട്ട് അല്ലെങ്കിൽ പേപ്പർ എവിടെയെങ്കിലും എടുത്തിട്ട് ബാർജിനൊക്കെ ഇട്ടിട്ട് വെറുതെ അങ്ങ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ഒന്നും കാണുന്നില്ല. അപ്പം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എഴുതാനൊന്നും തോന്നുന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയാം. ഇന്നാണെങ്കിൽ മൊത്തത്തിൽ അലമ്പ് ദിവസമായിരുന്നു. നിങ്ങളുടെ ലാംഗ്വേജിൽ ഇതാരെയും കാണിക്കാനല്ല, നമ്മൾ ബുക്കിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ സാധനമല്ല, എഴുതുക, വെറുതെ എഴുതുക. എഴുതി 2, 3, 4 പേജൊക്കെ വരും. നിങ്ങളുടെ ഞാൻ എപ്പം നിങ്ങളുടെ എഴുതി ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ പേഴ്സണൽ അയക്കാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരു പേജ് എഴുതിയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വയ്ക്കും. അതല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് മൈൻഡ് ഡംപ് ജേർണൽ. നിങ്ങൾക്ക് എനിക്ക് അയക്കണമെങ്കിൽ അയക്കണ്ട, മനസ്സിലായി? നിങ്ങൾ ചെയ്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അയക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അയക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, 2, 3, 4, 5 പേജൊക്കെ എടുത്തിട്ട് എഴുതുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കാണത്തില്ല. അതേ കണക്ക് സംസാരിക്കുന്ന ഒരു ജേർണലാണ് മൈൻഡ് ഡംപ് ജേർണൽ. നിങ്ങൾ അത് എഴുതി കഴിഞ്ഞ് കത്തിച്ചളയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈൻഡ് എന്താവും? ക്ലെൻസ് ആവും. ഓക്കെ, ഇതൊരു മൈൻഡ് ക്ലെൻസിങ് മെത്തേഡും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിനകത്ത് എഴുതുന്നു, പേപ്പർ കത്തിച്ചളയുന്നു. ഓക്കെ, അതെന്താ ഒരു മൈൻഡ് ക്ലെൻസിങ് മെത്തേഡാണ്. ലൈഫ് കോച്ചിങ് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിക്ക ലൈഫ് കോച്ചസും പറയുന്ന ഒരു കാര്യമാണ് മൈൻഡ് ക്ലെൻസിങ് മെത്തേഡ്. അത് ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ എഴുതുക, കത്തിച്ചളയുക. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യുക. പിന്നെ എന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, സോറി ഫോർ ദാറ്റ്. എനിക്കിനി ഒന്നുകൂടി അത് പറയാൻ വയ്യ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ജേർണൽ എന്ന് പറയുക ഇമോഷണൽ ജേർണൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ എന്തെങ്കിലും പ്രശ്നം ആയിട്ടിരിക്കുവാണെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ജേർണൽ ചെയ്യാം. ഓക്കെ, അതാണ് ഇമോഷണൽ ജേർണൽ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം? പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരണം. എല്ലാ വട്ടവും ഈ നെഗറ്റീവ് ദുഃഖങ്ങൾ മാത്രം എഴുതാതെ പതുക്കെ അതിന് മാറ്റാനുള്ള മെത്തേഡ് നിങ്ങൾ അതിനകത്ത് തന്നെ പറഞ്ഞു പോകണം. ഇതിന് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. പിന്നെ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിപ്പം പഠിക്കുക, PSC സ്റ്റുഡൻസ് ആയിരിക്കും മിക്കവാറും എൻ്റെ ചാനൽ കാണുന്നത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ സക്സസ് വേണം, എപ്പോഴും നിങ്ങൾ പുതിയ ഹൈറ്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജേർണലാണ് ഗോൾ ജേർണൽ. ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, നാളെ എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, ഇനി അത് 1 വർഷം കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതുന്നതാണ് ഗോൾ ജേർണൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, മനസ്സിലായി? ചിലപ്പോൾ നിങ്ങൾ മൈൻഡ് ഡംപ് ജേർണൽ എഴുതി കഴിഞ്ഞ് ഫ്രീ ആയി മൈൻഡൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇമോഷണൽ സൈഡ് എന്തെങ്കിലും ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഗോൾ ജേർണൽ യൂസ് ചെയ്യാം.
പല ടൈപ്പിൽ ജേണൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ ജേണൽ യൂസ് ചെയ്യാം. പിന്നെ പല ടൈപ്പിലെ ജേണൽ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ChatGPT ചോദിച്ചാൽ മതി. ChatGPT കുറച്ച് ജേണൽസിന്റെ പേര് പറയൂ, ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ChatGPT പറഞ്ഞുതരും. നിങ്ങളത് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചെയ്യാതിരുന്നിട്ട് ജേണൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കാനല്ലല്ലോ ചെയ്യുന്നത്, നമുക്കിത് കാണാൻ പഠിക്കാനുള്ള സാധനമല്ല. ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, നിങ്ങൾക്ക് അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ എഴുതുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. എഴുതുക, ഒന്ന് മൈൻഡ് ക്ലീൻ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് പക്ഷേ ഇതിന് കൂടെ എല്ലാ ദിവസവും ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു, അതെനിക്ക് ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എനിക്ക് ഇത് കിട്ടിയതിൽ എനിക്ക് നന്ദിയുണ്ട്, എൻ്റെ പേരൻസിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് അവർ തന്നതിന് ദൈവത്തിന് നന്ദി. നിങ്ങളിപ്പോൾ അത് ഈശ്വര വിശ്വാസിയാണെങ്കിൽ അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എന്ത് രീതിയിലാണെങ്കിൽ താങ്ക്ഫുൾനെസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും എന്തൊക്കെയാണ് എനിക്ക് ഉള്ള കാര്യങ്ങൾ. ഇല്ലാത്തതിനെ നോക്കി വിഷമിക്കുന്നതിനേക്കാൾ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് പിന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും ചെയ്യാൻ അഫർമേഷൻ. ഇത് ഒരുപാടൊന്നും എഴുതണ്ട, 2-3 സെന്റൻസ് മതി, മൊത്തത്തിൽ 5 സെന്റൻസ് മതി. അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ചേർത്തിട്ട്. അഫർമേഷൻ അതൊന്നുമില്ല, എന്ത് ചെയ്യുക, ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി പോസിറ്റീവ്, ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഐ ആം സോ ഡിസിപ്ലിൻഡ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഫർമേഷൻ ജേണലിനകത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഞാൻ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. മനസ്സിലായി? അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ദിവസവും ചെയ്യുക. പിന്നെ നിങ്ങൾ ടൈപ്പ് ഓഫ് ജേണൽ വെറുതെ ഒരു പേജിനകത്തൊക്കെ എഴുതാൻ നോക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. നിങ്ങൾ ടെലിഗ്രാമിൽ ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഞാൻ PSC കണ്ടന്റ് ഇട്ടുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ തൽക്കാലം ഡിസിപ്ലിൻ വെച്ച് തുടങ്ങാം. എന്നിട്ട് പതുക്കെ നമ്മുടെ മേഖലകളിലോട്ടൊക്കെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ കൂടെ കാണുമല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ, താങ്ക് യു ഫോർ ലിസണിങ്. ഇത്രയും നേരം കേട്ടതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങുക, കേട്ടിട്ട് മാത്രം ഉപയോഗമില്ല, ചെയ്യണം. അപ്പോൾ ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.